എല്ലാവരും വിശേഷം. ഇന്നൊരു കുട്ടി ഈവനിങ് വ്ളോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ബാങ്ക് കൊടുത്തതിന് ശേഷം അസ്ർ നിസ്കരിക്കാനായിട്ട് നിന്നിട്ടോ. അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ടൈം ഖുർആൻ ഓതാനായിട്ടിരുന്നു. ഖത്തമാണ് കേട്ടോ ഓതുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ നേരെ കിച്ചണിലോട്ട് നിന്നു. ഈവനിങ് ആയപ്പോൾ ഐറൂന് പഴം ഒന്ന് വാട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് എണ്ണയിൽ വാട്ടിയെടുക്കുക കേട്ടോ. എന്നും ഇങ്ങനെ കൊടുത്താൽ കഴിക്കുമല്ലോ കേട്ടോ. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് മട്ടിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്കാണ് ഇങ്ങനെ പഴം വാട്ടി കൊടുക്കൽ. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇത് വാട്ടിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും യൂസ് ചെയ്യാം കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടാൽ കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുക. ഇനി കുറച്ച് ഷുഗർ കൂടി ഞാൻ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കും കേട്ടോ. എന്നാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഫോർക്ക് കൊടുക്കുകയാണ് ചെയ്യുക കഴിക്കാൻ. എന്താ തിന്നണേ? അയ്യോ എന്താ തിന്നണേ? അതെന്താ? ഇതെന്താ? ബനാന ടേസ്റ്റ് ഉണ്ടോ? സൂപ്പറാ സൂപ്പറാ കുഞ്ഞോ, സൂപ്പറാ. എങ്ങനെ മോന്ത പിടിച്ചിനെന്തിനാ? അല്ലെങ്കിൽ സൂപ്പറാന്ന് പറയാൻ വേണ്ടിയിട്ട് കൈയൊക്കെ അങ്ങനെ കാണിക്കലുള്ളതാണ്. ഇന്ന് വീഡിയോ എടുക്കണോണ്ട് ഒന്നും മുഖം ചുളിച്ച് തരിക ചെയ്തത്. ഇനി ഞങ്ങൾക്ക് കട്ടൻ ചായ ഉണ്ടാക്കാണ് കേട്ടോ. എനിക്കും ഉമ്മാക്കും. ഇന്ന് എന്തായാലും പാൽ ചായ എടുക്കുന്നില്ല, എപ്പോഴും പാൽ ചായയിൽ കാണുന്നത്. ഇന്ന് കട്ടൻ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായ തിളച്ച് വരുന്ന നേരം കൊണ്ട് നമുക്ക് സ്നാക്സ് റെഡിയാക്കാം. അപ്പോൾ മിക്സറും ഉണ്ട്, പിന്നെ റിസ്ക് ഉണ്ട് കേട്ടോ. ഇപ്പോൾ രാവിലെ വാങ്ങിക്കൊടുന്നത്. എനിക്ക് ഈ മിക്സർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങളിവിടെ എന്താ കുച്ചു മിക്സർ എന്നങ്ങനെ എന്താണ് അതിന് പറയുക. സോ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഒന്ന് അടിച്ച് വാരിയിട്ട് ക്ലീൻ ആക്കിയിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇറൂനെ പുറത്തേക്കൊന്ന് കൊണ്ടുപോയിട്ട് അവിടെ ഞങ്ങൾ ജസ്റ്റ് കളിക്കാനായിട്ടിരിക്കാം കേട്ടോ. എപ്പോഴും അവൾക്കുള്ളിലിരുന്നാൽ ബോറടിക്കും. ഹോസ്പിറ്റലിലാവുന്ന സമയത്ത് അവൾക്ക് ഞാനൊരു ബബിൾസിൻ്റെ മേക്കർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ പൊള്ളങ്ങളിങ്ങനെ വിട്ടിട്ട് കളിക്കാൻ കേട്ടോ. ഇതൊരു ഗണ്ണ് ടൈപ്പാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ വിചാരിച്ചു ഒരുപാട് ബബിൾസ് വരുന്നു. പക്ഷേ ഓരോ ബബിൾസ് ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ ആക്കിയാലേ വരുള്ളൂ. ഇതിലും ഭേദം 12 രൂപയുടെ മറ്റേ ബബിൾസ് മേക്കറായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കളിച്ചിട്ട് പിന്നെ നേരെ ഉള്ളിലോട്ട് തന്നെ വന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു 4:30 മണിക്കായപ്പോൾ ഇക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നാമ്പുറത്തേക്ക് പോയി നോക്കിയപ്പോൾ ഇതാ ഞങ്ങൾ മതിൽമുക്കയുടെ പൂച്ചക്കുട്ടി ഇങ്ങനെ വരികയാണ് കേട്ടോ. ഇപ്പാക്ക് കയ്യിന് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നേരത്തെ ഒന്ന് പണി മാറ്റി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഇപ്പാക്ക് രാത്രി ചപ്പാത്തി മതി പറഞ്ഞിട്ട് ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 5:30 മണിക്ക് കഴിഞ്ഞിട്ടാണ് ചപ്പാത്തി ചൂടാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പാക്ക് ഇങ്ങനെ അത്യാവശ്യം ഒരു മിനിമൽ ചൂടോടെ ഇങ്ങനെ കഴിക്കണം. അപ്പോൾ പോയി വരുമ്പോഴത്തേന് എന്തായാലും ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. ചപ്പാത്തി ചുടൽ കഴിഞ്ഞപ്പോഴത്തേന് ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ 6 മണിക്ക് ബാങ്കുള്ളതല്ലേ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സമയം പോയി. ഇതിൻ്റെ ഇടയിൽ ഐറൂസ് അതുകൂടെ ഇങ്ങനെ ഓടിക്കളിക്കണുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചുടൽ കഴിഞ്ഞിട്ട് ഞാൻ ഉളവ് ഉണ്ടാക്കിയിട്ട് നേരെ നിസ്കരിക്കാനായിട്ട് നിന്നു. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് ടൈം കൂടി ഖുർആനായിരുന്നു ഓതട്ടോ. ഞാൻ സുബീക്കും അങ്ങനെ ഓതലുണ്ട്. ഇന്നങ്ങനെ ഓതാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അസർക്ക് ഓതി പിന്നെ ഈ സമയത്ത് മരുന്ന് ഓതാനായിട്ടിരുന്നു കേട്ടോ. ഓതൽ കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ചിട്ട് വല്ല പണികളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഐറൂസിൻ്റെ ഫുഡ് കൊടുക്കലും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഞാനും കഴിക്കാനായിട്ടിരിക്കും. കാരണം എനിക്ക് നേരത്തെ വിശക്കും. എനിക്ക് രാവിലെ ആണെങ്കിലും പെട്ടെന്ന് വിശക്കും, രാത്രി ആണെങ്കിലും പെട്ടെന്ന് വിശക്കും കേട്ടോ. ഒരു 7:30 മണിക്ക് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിക്കുന്നതിന് മുന്നേ ഐറൂസിന് കൊടുക്കും കേട്ടോ. എന്നാലേ എനിക്ക് സമാധാനത്തിൽ കഴിക്കാൻ പറ്റുള്ളൂ. ഞാൻ ചിഞ്ഞ് മയ്യാൻ്റെ കുട്ടി ചിഞ്ഞ് വാങ്ങിച്ചു. ചോറിന് ഇന്ന് ചിരങ്ങയും പരിപ്പും കറി ഉണ്ടായിരുന്നു, മുള്ളം പൊരിച്ചതുണ്ടായിരുന്നു, പയറുപ്പേരി, പപ്പടം, അച്ചാർ. അങ്ങനെ അത് കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കൊക്കെ തന്ന് സപ്പോർട്ടാക്കി.